നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 2 ആൺമക്കൾ ബൈക്ക് അപകടത്തിൽ നഷ്ടപ്പെട്ട ഒരമ്മയുമായി സംസാരിക്കാനിടയായി. അമ്മമാരുടെ ഒരു സംഘത്തിന് ക്ലാസ് എടുത്തതിന് ശേഷം മടങ്ങുമ്പോഴാണ് ഈ ചേച്ചി എന്നെ സമീപിച്ചത്. ഈ ചേച്ചി എന്നോട് പറഞ്ഞു, അവിടെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അമ്മമാർക്ക് ഇതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കാര്യമൊന്ന് പറയണം. 2 ആൺമക്കളെ കണ്ണിൽ എണ്ണയൊഴിച്ചെന്ന് പറഞ്ഞതുപോലെ ഞാനൊരു ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളായിട്ടും ജോലി വേണ്ട എന്ന് വെച്ച് അവരുടെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. അവർ കോളേജിലെത്തിയപ്പോൾ ബൈക്ക് വേണമെന്ന് നിർബന്ധം വഴക്ക് പിടിച്ച് അവസാനം ഞങ്ങളത് വാങ്ങിക്കൊടുക്കാൻ നിർബന്ധിതരായി തീരുകയാണ് ഉണ്ടായത്. എന്നാൽ 2 മക്കളും ഒരേ ദിവസം തന്നെ ടൂറ് പോയപ്പോൾ ഈ വണ്ടി മറിഞ്ഞ് ഒരു കൊക്കയിലേക്ക് പോയി എൻ്റെ 2 പൊന്നുമക്കളുടെ മുഖം പോലും കാണാനാവാത്ത അവസ്ഥയിൽ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഇന്നും 6 വർഷങ്ങൾ പിന്നിട്ടിട്ടും എനിക്ക് ഇന്നലെ സംഭവിച്ചതുപോലെ തന്നെ തോന്നുകയാണ്. ഞാനും എൻ്റെ ഭർത്താവും ജീവച്ഛവങ്ങളായി ജീവിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആത്മീയമായിട്ടുള്ള ചില മീറ്റിങ്ങുകളും പ്രാർത്ഥനകളും മാത്രമാണ് ഞങ്ങൾക്ക് ആശ്വാസം പകരുന്നത്. എനിക്കൊന്നും തിരിച്ചു മിണ്ടാനില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും സംസാരിക്കാം. പക്ഷേ ഈ ആൺകുട്ടികളോട് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ഈ അമ്മ തന്നെ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു. എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ള പെൺപിള്ളേരൊന്നും ഇതുപോലെ മരിച്ചു പോകുന്നില്ലല്ലോ മാഡം. അവർ അപകടകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഏറെ മടിക്കും, കുറച്ചുകൂടെ വീടിനോട് ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ആൺകുട്ടികളുടെ മാതാപിതാക്കളുടെ ധർമ്മസങ്കടത്തിൽ ഒന്നാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിച്ചത്. പല അവസരങ്ങൾ ലഭിക്കുമ്പോൾ കൂട്ടുകാരുമൊത്ത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല ട്രിപ്പുകൾക്കും പോകുമ്പോൾ വീട്ടിലുള്ളവരെ കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കില്ലേ? ഈയിടെ ഒരു ഓട്ടോയിൽ എഴുതി വച്ചിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മത്സരിക്കാൻ സമയമില്ല, കാത്തിരിക്കാൻ വീട്ടിലാളുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ കൂട്ടുകാരുമൊത്ത് എൻജോയ് ചെയ്യാനൊക്കെ പോകുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. എന്നാൽ കുടുംബത്തിലുള്ളവർക്ക് തീരാ ദുഃഖം വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. മാതാപിതാക്കളുടെ ഉള്ളിൽ കനലാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നൊന്ന് ചിന്തിക്കുക. നിങ്ങളെങ്ങും പോകരുതെന്നും ഒന്നും ചെയ്യരുതെന്നും അല്ല കേട്ടോ ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ സ്വന്തം ജീവനും സ്വന്തം വീട്ടുകാർക്കും മാതാപിതാക്കൾക്കും കൊടുക്കാനും നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറാനും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.